വർക്കലയിൽ വൃദ്ധയുടെ സ്വർണമാല പൊട്ടിച്ച് കടന്ന സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. പാളയംകുന്ന് കോവൂർ രമ്യ നിവാസിൽ രാജുവിന്റെ മകൻ രാജേഷ് 33, രാമന്തളി കനാൽ പുറമ്പോക്കിൽ വഹാബ് മൻസിലിൽ ഷംസുദ്ദീന്റെ മകൻ സദ്ദാം ഹുസൈൻ 34 എന്നിവരെയാണ് വർക്കല പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. വർക്കല മേൽവെട്ടൂർ ആശാൻ മുക്കിന് സമീപം കൊച്ചുവിള വീട്ടിൽ 71 വയസ്സുള്ള ശ്യാമളാദേവി അമ്മയുടെ മാലയാണ് പ്രതികൾ കവർന്നത്. വീടിന് മുൻവശത്ത് കട നടത്തി വരികയാണ് ശ്യാമളാദേവി അമ്മയും ഭർത്താവും. ഞായറാഴ്ച ഉച്ചയ്ക്ക് കടയിലെത്തിയ പ്രതി രാജേഷ് സിഗരറ്റ് ആവശ്യപ്പെടുകയും സിഗരറ്റ് എടുക്കുന്നതിനിടയിൽ പിന്നിൽ നിന്ന് ശ്യാമളാദേവി അമ്മയുടെ 3 പവന്റെ മാല പൊട്ടിച്ചെടുക്കുകയുമായിരുന്നു. തുടർന്ന് കുറച്ചകലെ ബൈക്കുമായി കാത്തുനിന്ന കൂട്ടുപ്രതി സദ്ദാം ഹുസൈനൊപ്പം കടന്നു കളഞ്ഞു. പ്രതികളുടെ പതിവ് മോഷണ രീതിയാണിതെന്ന് പോലീസ് പറഞ്ഞു. വൃദ്ധരായ ആളുകൾ നടത്തിവരുന്ന കടകൾ നോക്കിവെച്ച ശേഷം അവസരം കിട്ടുമ്പോൾ എന്തെങ്കിലും സാധനമെടുക്കാൻ ആവശ്യപ്പെടുകയും അതിനിടയിൽ മാല പൊട്ടിക്കുകയുമാണ് ഇവരുടെ പതിവ്. പ്രതികൾ മാലയിൽ പിടിച്ചപ്പോൾ തന്നെ ശ്യാമളാദേവിയമ്മയും മാലയിൽ പിടിച്ചതിനാൽ മാലയുടെ ഒരു ഭാഗം മാത്രമാണ് പ്രതികൾക്ക് ലഭിച്ചത്. കിട്ടിയ ഭാഗം പണയം വെച്ച് കിട്ടുന്ന പണം ലഹരി വസ്തുക്കൾ വാങ്ങാനും ആഡംബര ജീവിതത്തിനുമാണ് പ്രതികൾ ഉപയോഗിച്ചിരുന്നതെന്നും പോലീസ് പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് പരാതി ലഭിച്ച ഉടൻ തന്നെ ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായണൻ അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് പ്രതികളെ പിടികൂടാൻ നിർദ്ദേശം നൽകി. വർക്കല ASP ദീപക് ധൻഗർ നേതൃത്വം നൽകിയ അന്വേഷണ സംഘം വർക്കല SHO JS പ്രവീൺ, SI അഭിലാഷ് എന്നിവരുടെ നേതൃത്വത്തിൽ 2 സംഘങ്ങളായി തിരിഞ്ഞു നടത്തിയ ഊർജിതമായ അന്വേഷണത്തിലൂടെയാണ് പ്രതികൾ പോലീസിന്റെ വലയിലായത്. സംഭവം നടന്ന സ്ഥലത്തെയും സമീപ പ്രദേശങ്ങളിലെയും CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചാണ് പ്രതികളിലേക്ക് എത്തിയത്. മാല പൊട്ടിക്കൽ പദ്ധതി ആസൂത്രണം ചെയ്തത് സദ്ദാം ഹുസൈനാണെന്ന് പോലീസ് പറഞ്ഞു. നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് ഇയാൾ. ഗ്രേഡ് SIമാരായ സലിം, ബൈജു, ഇതിഹാസ് ജി നായർ, ഗ്രേഡ് ASI രമേശൻ പിള്ള, CPOമാരായ ശംഭു, രാകേഷ്, സേതു, നിജിമോൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ബീക്കൺ ന്യൂസ്, വർക്കല.